ചേച്ചിയുടെ പട്ടി കണ്ട ചാച്ചിയും ചക്കു ദീപ്തി ചേച്ചിയുടെ ഫാദറാണ്. അത് ഹട്ട് പണിത് വെക്കണം. അവരുടെ എരിമ അച്ചാച്ചിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. അച്ചാച്ചിൻ്റെ ജീവനാണ്. കണ്ടോ ആള് ശാന്തമായിട്ട് അച്ചാച്ചിയുടെ പുറകെ ഫുൾ ടൈം ഉണ്ട്. കുട്ടാപ്പി കുട്ടാപ്പി ഹലോ നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായ ഒരു മണ്ണിലാണ്, ജന്മസാഫല്യം എന്നൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം പറയാം. അങ്ങനെയുള്ളൊരു എനിക്കിഷ്ടപ്പെട്ട ഒരു വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്.
അപ്പം ഞാൻ ദീപ്തി എന്ന് പറയുന്ന ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ചാനലിൻ്റെ ഉടമയുടെയും ആ ഉടമസ്ഥയുടെ ഫാദറും ഒക്കെ കാണാനായിട്ട് വന്നതാണ്. ആ ചാനലിൻ്റെ വ്യക്തിയുടെ പേരാണ് ദീപ്തി. ദീപ്തിയുടെ ഫാദറാണ്. നമുക്ക് ഫാദറിനെ ഇതാണ് അച്ചാച്ചി. ഹലോ, നമസ്കാരം. ഇതാണ് ഒത്തിരി സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. പാവം മനുഷ്യനാണ്. ഒത്തിരി വേദനകളും പ്രയാസത്തിൻ്റെ നടുവിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട എനിക്ക് ഒരച്ഛനില്ലെങ്കിലും ആ ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ ഈ മനുഷ്യനെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചക്കുവിന് ഭയങ്കര ജീവന. അച്ഛനെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും എന്ത് ചെയ്യും, ആശ്വസിക്കും. കാരണം അത് പറഞ്ഞ അച്ചാച്ചിക്ക് അറിയാം വേദന എന്താണ്. അതാണ് അച്ചാച്ചിയാണിത്. ദീപ്തിയുടെ ഫാദറാണ്. ഹദ്ദാണിത്. കാരണം ഇവര് ഇങ്ങനെ എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അവർക്ക് അവിടെ ഇരിക്കുമ്പോൾ തോന്നി ഇങ്ങോട്ട് വന്ന് പിന്നെ ഇവിടെ കുക്ക് ചെയ്ത് ഇവിടെ ഇരുന്ന് ഈ വെള്ളത്തിലൊക്കെ എൻജോയ്മെന്റ് ചെയ്ത് അവര് പോകും. പിന്നെ അവർക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർ അങ്ങോട്ട് മീൻ പിടിക്കാൻ പോകും. അതെവിടെയോ അത് ഇങ്ങോട്ട് പോകണോ? അച്ചാച്ചി ഇങ്ങനെ എൻജോയ് ചെയ്യണ ഒരു മനുഷ്യനാണ്. ഒരുപാട് നാൾ വിദേശത്തായിരുന്നു, നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. അപ്പം ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ നല്ലോണം എന്ത് ചെയ്യാം അച്ചാച്ചിക്ക് അറിയാം അല്ലേ? അച്ചാച്ചി പറഞ്ഞേ. അതെ അതെ, പാവം മനുഷ്യനാണ്ടാ. ചേച്ചിക്ക് വേണ്ടി ഒരുപാട് പനിയുടെ അതെ 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 പനിയുടെ അസ്വസ്ഥത, നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിന്റെ അസ്വസ്ഥത, എല്ലാം നമ്മൾ സ്നേഹിച്ച പോലെയും നമ്മൾ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ പോലെയും ഉറങ്ങിയവരല്ലേ എല്ലാം. നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് ചാനലുകൾ ഇത്രയും സജീവമായതുകൊണ്ട് അതെ നമ്മുടെ വീട്ടിൽ സംഭവിച്ച പോലുള്ള തോന്നുന്നു. അതെ അതെ സത്യം. ഭക്ഷണം പോലും കഴിക്കാൻ തോന്നുന്നു. ഉറക്കമില്ല, എത്ര ദിവസം ഇറങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ രാവിലെ 2 പൂരി കഴിക്കാം. ഇതിനൊന്നും കഴിച്ചില്ല. 1 ലിറ്റർ ചായ കുടിക്കും. പിന്നെ അത് മതി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കണ്ടിട്ടില്ല. പിന്നെ അവൻ എന്നാ കിട്ടിയാൽ മതി. ഇതല്ല അച്ചാച്ചിയുടെ കൂട്ടുകാരൻ പുറകിലുണ്ട്. എടുത്ത് ചേച്ചേ സ്ലിപ്പ് ചക്കു നൈറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇറങ്ങുക, കാരണം ഇരുട്ടായിക്കൊണ്ടിരിക്കണേ. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. മല കയറി ഇറങ്ങി ജ്വാലാമുഖിയൊക്കെ പോകും. പിന്നെ ഉറപ്പായിട്ടും ഞങ്ങൾ ഓൾ ഇന്ത്യ ട്രാവലിംഗ് ആണ്. ബൈക്ക് തന്നെ. ഇല്ല സാധാ. വന്നോ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടാ. കണ്ടെത്തി. അതെ, നമുക്ക് അവിടെ ഇറങ്ങണം. ഇവിടെ ആദ്യമായിട്ട് വന്നവർക്കൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാകും, കാരണം ഒരു ഭയം ഉണ്ടാകും. കാരണം എന്താ വെച്ചാല് സിറ്റുവേഷൻസ് ഇപ്പൊ എല്ലാവരും പ്രകൃതിയെ കുറിച്ച് നമ്മളോട് ഒരുപാട് പറയാറുണ്ട്. പക്ഷെ 1 മണിക്കൂറോ 2 മണിക്കൂറോ മഴ പെയ്താൽ നമ്മൾ ഇങ്ങോട്ടൊന്നും വരില്ല. 1 മണിക്കൂർ മഴ നല്ലോണം വെള്ളം കയറും അല്ലേ? ഇല്ല, വെള്ളം കയറുന്നതിന്റെ അല്ല, നമ്മളൊരു സേഫ്റ്റി. നമ്മൾ 5 മണിക്കൂറും 6 മണിക്കൂറും മഴ പെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നമ്മളൊന്നും വെള്ളം കുടിക്കാൻ വെള്ളം എടുക്കുന്നു. അതെ അല്ലേ? നമ്മളും തന്നെ ഇല്ലല്ലോ. ചക്ക് നോക്കി ഇറങ്ങ്, ശ്രദ്ധിച്ചിറങ്ങ്. മതി, വാ കുട്ടാ. ഇവന്റെ പേരെന്താ? കല്ലുവാ. കല്ലു അച്ചാച്ചിനെ നോക്കണേണ്ട. അച്ചാച്ചി കല്ലു നോക്കിയിരിക്കണേ. വീടല്ലേ കല്ലുവാ. വന്നില്ല അവൻ.